കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹാവന്ദനം. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ദിനങ്ങളിൽ എല്ലാ ദിവസവും ഓർത്തുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാനും പ്രാർത്ഥിക്കാനും കൃപയാൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുകയും ആ വിഷയങ്ങളൊക്കെ കൃത്യമായി ഓർത്ത് പ്രാർത്ഥിക്കാൻ ദൈവം സഹായിച്ചു. ഇമ്മാനുവേൽ പ്രയർ മിഷൻ്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായി സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയജനമേ, ഒരു തിരുവചന ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അല്പസമയത്തെ ചിന്തകൾക്കായി. അതിനാധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. പടകിൽ നിന്നും ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്നും എതിരേറ്റു. അതിൻ്റെ 3-ാം വാക്യം, അവൻ്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ട് ബന്ധിക്കുവാൻ കഴിയുകയില്ല. കർത്താവിൽ പ്രിയരെ, നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. അനേക ദൈവദാസന്മാർ അനവധി പ്രാവശ്യം വായിച്ച് നമുക്ക് നല്ല ആലോചനകൾ നൽകിയ ഒരു തിരുവചന ഭാഗമാണ്. ഇവിടെ ഒരു മനുഷ്യൻ ഏറിയ കാലങ്ങളായി ഭൂതഗ്രസ്തനായി കല്ലറയിൽ പാർക്കുകയാണ്. അവൻ്റെ പാർപ്പ് കല്ലറകളിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് 38 വർഷക്കാലം കുളക്കടവിൽ കിടന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിടുതലാണ്. അതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചത് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ കിടന്ന മനുഷ്യൻ്റെ വിടുതലാണ്. ഇവിടെ കല്ലറയിൽ പാർക്കുന്ന ഒരു മനുഷ്യനെ നമ്മളിവിടെ കാണുകയാണ്. അവനെ ആർക്കും ബന്ധിക്കുവാൻ കഴിയുകയില്ല. ചങ്ങലകൾ അവൻ ഉരുവി പൊട്ടിച്ചു കളയുകയാണ്. അവനെ ആർക്കും അമർച്ച ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അദൃശ്യമായിരിക്കുന്ന ഒരു ശക്തി അവനിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ആരും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, അടുത്തു ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം മാനസികമായ വിഭ്രാന്തിയോടുകൂടെ സുബോധം നഷ്ടപ്പെട്ടവനായി, ലക്ഷ്യം നഷ്ടപ്പെട്ടവനായി, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവനായി, പ്രാർത്ഥന നഷ്ടപ്പെട്ടവനായി, ജീവിതം നഷ്ടപ്പെട്ടവനായി, സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള വൈകല്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് അവൻ വളരെ ഭാരത്തോടുകൂടെ കല്ലറയിൽ പാർക്കുകയാണ്. അവൻ്റെ വീട്ടിലുള്ളതായിരിക്കുന്ന മാതാപിതാക്കളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്രമാത്രം ഭാരം അവർക്കുണ്ടാകും. മകനെക്കുറിച്ചുള്ളതായിരിക്കുന്ന സങ്കല്പങ്ങൾ, മകനെക്കുറിച്ചുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ, മകനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ലക്ഷ്യങ്ങൾ, മകനെക്കുറിച്ചുള്ളതായിരിക്കുന്ന സാമൂഹികമായ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഈ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്നത്. അവർ ഈ വിഷയം ഓർത്ത് ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, അവർ കരയാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്, അവർ പള്ളിയിൽ പോകാറുണ്ട്, അവർ നേർച്ച കാഴ്ചകൾ വെക്കാറുണ്ട്, അനേക മരുന്നുകൾ ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെതായിരിക്കുന്ന ഫലങ്ങളൊന്നും കടന്നു വരാത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ വളരെ നിരാശകൾ മാത്രമായിരുന്നു. നിരാശപ്പെട്ടൊരവസ്ഥയായിരുന്നു. അവൻ വസ്ത്രം പോലും ധരിക്കാത്തവനായി, ബോധം നഷ്ടപ്പെട്ടവനായി അവൻ കല്ലറയിൽ പാർക്കുകയാണ്. സങ്കീർത്തനം 3:8 വായിക്കുമ്പോൾ രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. സങ്കീർത്തനം 6:7 വായിക്കുമ്പോൾ ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 13:3 വായിക്കുമ്പോൾ എൻ്റെ ദൈവമേ കടാക്ഷിക്കണമേ. രക്ഷ യഹോവയ്ക്കുള്ളതാണ്.
ഇപ്പോൾ ആ സമയത്ത് അവൻ്റെ അരികിലേക്ക് കർത്താവ് കടന്നു വരുന്നത് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, അവനെ വിടുവിക്കാൻ വേണ്ടിയാണ്. അവൻ നിൽക്കുന്ന സമൂഹത്തിന് അവന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അവൻ്റെ ചുറ്റുപാടുകൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ദുഃഖകരമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞതായിരിക്കുന്ന പ്രിയപ്പെട്ടവൻ്റെ വിടുതലിനു വേണ്ടി യേശു കർത്താവ് പടകിൽ നിന്നിറങ്ങുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ജനമേ, ജീവിതത്തിൽ ദുഃഖവും ദുരിതവും അനുഭവിച്ചിരിക്കുന്നു എങ്കിൽ, ഭാരത്തോടെ കഴിയുന്നെങ്കിൽ, പ്രയാസത്തിലായിരിക്കുന്നെങ്കിൽ, നിരാശയിലായിരിക്കുന്നെങ്കിൽ, നിന്റെ സമീപത്തേക്ക് യേശു കർത്താവ് പടകിൽ വന്നിറങ്ങുക തന്നെ ചെയ്യും. അവൻ പടകിൽ വന്നിറങ്ങി. അവൻ നമ്മെ കണ്ടിരിക്കുകയാണ്, അവൻ നമ്മെ അറിയുകയാണ്. നമ്മുടെ ഭവനത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു രക്ഷ നൽകുവാൻ അവൻ നമ്മുടെ അരികിലേക്ക് അവൻ കടന്നു വരും. ഈ കാലഘട്ടങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ അവരുടേതായിരിക്കുന്ന വേദനകളിലും ദുഃഖങ്ങളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയാണ്. മക്കളെക്കുറിച്ചുള്ളതായിരിക്കുന്ന വ്യഥകളും വേദനകളും നിരാശകളും നൊമ്പരങ്ങളും ഒക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ കണ്ണുനീരോടെ കഴിയുകയാണ്. ആശ്രയം അലുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദുഃഖകരമായ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ ആശ്വാസത്തിനായി അല്പം വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു നമ്മുടെ അവസ്ഥകളെ കണ്ട് അവൻ ആ രീതിയിലേക്ക് കടന്നു വരും. നിന്റെ പാർപ്പിടത്തിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ, നിന്റെ നടപ്പിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ, നിനക്ക് സുബോധം നൽകുവാൻ, നല്ല വസ്ത്രം തരുവാൻ, നിന്നെ നടത്തുവാൻ, നിന്നെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു പുതിയ അനുഭവം ദൈവം നിനക്ക് നൽകാൻ പോവുകയാണ്. അതുകൊണ്ട് നിരാശയില്ലാതെ, ദുഃഖങ്ങളില്ലാതെ, ഭാരങ്ങളില്ലാതെ, പ്രയാസമില്ലാതെ അവൻ്റെ അരികിലേക്ക് നാം അടുത്ത് വരുമ്പോൾ അതൊരു വിടുതലായിട്ട് പ്രാപിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാം തളർന്നു പോകാത്തൊരു ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലായിരിക്കണം. നമ്മുടെ മുൻപിൽ അനേക പ്രശ്നങ്ങൾ കടന്നു വരാം, അനേക പ്രതികൂലങ്ങൾ കടന്നു വരാം, അനേക പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിലുണ്ട്. പക്ഷേ അത് കണ്ട് തളർന്നു പോകാതെ നാം മുൻപോട്ട് കടന്നു പോകേണ്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യൻ്റെ ദൈനികമായിരിക്കുന്ന അവസ്ഥയാണ്, ഭാരത്തിലിരിക്കുന്ന അവസ്ഥയാണ്, പ്രയാസത്തിലിരിക്കുന്ന അവസ്ഥയാണ്. എന്തു ചെയ്യണം എന്നറിയാൻ കഴിയാതെ വളരെ ഭാരത്തോടുകൂടെ ആയിരിക്കുമ്പോൾ, അവൻ്റെ അരികിലേക്ക് ആർക്കും ചെല്ലുവാൻ കഴിയാതിരിക്കുമ്പോൾ, അവൻ്റെ അരികിലെ ആരും വിളിക്കാൻ കഴിയാതിരിക്കുമ്പോൾ യേശു കർത്താവ് പടകിൽ നിന്നിറങ്ങി അവനെ സമീപിച്ചു. അവൻ കടന്നു ചെല്ലുന്ന സമയത്ത് അവൻ കല്ലെടുത്തുകൊണ്ടാണ് വരുന്നത്. ഉപദ്രവിക്കാൻ വരികയാണ്. അവൻ ആരെയും കാണുവാൻ കഴിയുന്നില്ല. ആരും അവൻ്റെ അരികിലേക്ക് വരുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാവരെയും എതിർക്കുകയാണ്, അവരെല്ലാവരെയും ശാസിക്കുകയാണ്, അവരെല്ലാവരെയും ഉപദ്രവിപ്പിക്കാൻ വരികയാണ്. അവരെല്ലാവരോടും എതിർക്കുന്ന മനോഭാവം തന്നെയാണ്. ഇന്നും അനേക പ്രിയപ്പെട്ടവർക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അനേക വൈകല്യങ്ങളുടെ ഒരു കാലഘട്ടമാണ്. പ്രാർത്ഥനയിൽ എതിർക്കുന്ന ആളുകളുണ്ടാകാം, സ്വീകരിക്കുന്ന ആളുകളുണ്ടാകാം. സമീപനം നല്ലതായിട്ടുള്ള ആളുകളായിരിക്കാം. ആ സമീപനത്തെ അത് സ്നേഹത്തോടുകൂടെ കാണുവാൻ കഴിയാത്ത അനേക പ്രിയപ്പെട്ടവരും നമ്മുടെ നടുവിലുണ്ട്. ഇത് പൊതുവായിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ താല്പര്യം ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്നവരായുള്ളവർ സകല ജഡവും നിന്റെ അരികിലേക്ക് കടന്നു വരുന്നു എന്ന് ദാവീദ് പറഞ്ഞതുപോലെ പ്രാർത്ഥനയുടെ അനുഭവമുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ പ്രാർത്ഥനയിൽ നേടിയിട്ടുണ്ട്. ആ അനുഭവരെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ അനുഭവരെ നന്മയിലേക്ക് നയിക്കുകയാണ്, ആ അനുഭവരെ ശക്തീകരിക്കുകയാണ്, ആ അനുഭവർക്ക് പുതിയ അനുഭവങ്ങൾ കൊടുക്കുകയാണ്. അതാണ് പ്രാർത്ഥനയുടെ അനുഭവം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തിൻ്റെ ഭാരമാണെങ്കിലും പ്രയാസമാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും കുടുംബത്തിൻ്റെ പ്രയാസസന്ധികളിലൊക്കെ തളർന്നു പോകാതെ നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ്.
കഴിഞ്ഞകാല ഭക്തന്മാർ അങ്ങനെയായിരുന്നു. കഷ്ടത വന്നപ്പോഴും പ്രയാസം വന്നപ്പോഴും അവർ യേശുവിനെ മാത്രം നോക്കി യാത്ര ചെയ്തവരാണ്. ലോകമഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടുണ്ടെന്നവിടെ എത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. അന്ന് ആ ഭക്തന്മാരുടെ ജീവിതയാത്രകൾ യേശുവിനെ നോക്കിക്കൊണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ ഈ ഭൂതഗ്രസ്തനെ പോലെ ബന്ധിക്കപ്പെട്ട അവസ്ഥയായിരുന്നു, നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു, സുബോധമില്ലാത്ത അവസ്ഥയായിരുന്നു, രക്ഷയ്ക്കായി കാക്ഷിച്ച അവസ്ഥയായിരുന്നു, സമാധാനം കാക്ഷിച്ച അവസ്ഥയായിരുന്നു, ആശ്വാസം കാക്ഷിച്ച അവസ്ഥയായിരുന്നു. അതിൽ യേശു കർത്താവ് നമ്മെ തേടി വന്നു. അവൻ നമ്മെ തേടി വന്നത് നമ്മുടെ രക്ഷയ്ക്കാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. അവൻ തേടി വരിക തന്നെ ചെയ്യും. നമ്മുടെ അരികിലേക്ക്, നമ്മുടെ സമാധാനത്തിനായി, നമ്മുടെ സന്തോഷത്തിനായി, പുതിയ അനുഭവത്തിനായി, പുതിയ കാഴ്ചപ്പാടുകൾക്കായി, പുതിയ ലക്ഷ്യത്തിനായി അവൻ നമ്മുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയുടെ മാഹാത്മ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് അവനോട് ചേർന്നതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദാവീദ് പറഞ്ഞു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. നെഹമ്യാവ് വർത്തമാനം കേട്ടപ്പോൾ ചില ദിവസങ്ങളിരുന്ന് കരഞ്ഞു, ചില ദിവസങ്ങൾ ഉപവസിച്ചു, ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ മഹാത്മ്യം തിരിച്ചറിഞ്ഞായിരിക്കുന്ന നെഹമ്യാവ് ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ തകർന്നു കിടക്കുന്ന ഒരു ജീവിതത്തെ പുനരുദ്ധരിക്കുവാൻ ദൈവം തന്നെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. ഇടിഞ്ഞു കിടക്കുന്നതായിരിക്കുന്ന അവസ്ഥകളെ പുതുക്കി പണിയുവാൻ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. ലക്ഷ്യം നഷ്ടപ്പെട്ടതായിരിക്കുന്ന ജീവിതത്തെ ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം തന്നെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. സർവ്വകൃപാലുവായ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളാലും നെഹമ്യാവിനെ ശക്തീകരിച്ച് നടത്തിയതുപോലെ ദൈവം നമ്മെയും നടത്തുവാൻ, ദൈവം നമ്മെയും പരിപാലിക്കുവാൻ, ദൈവം നമ്മെയും കരുതുവാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, അതിനായി ദൈവം ഒരുക്കട്ടെ. ഇവിടെ വായിച്ചതങ്ങനെയാണ്. ശുദ്ധാത്മാവുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ കിടപ്പ് കല്ലറകളിലായിരുന്നു. യേശു അവനെ കണ്ട് അവൻ്റെ അരികിലേക്ക് കടന്നു വന്ന അവനിലുണ്ടായിരുന്ന ആ ദുരാത്മാവിനെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ വിളിച്ചു പറഞ്ഞു, എന്നെ ദണ്ഡിപ്പിക്കരുത്, എന്നെ സമയത്തിന് മുമ്പ് ദണ്ഡിപ്പിക്കാതെ ഈ പന്നിക്കൂട്ടങ്ങളുടെ നടുവിലേക്ക് അയക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദുരാത്മാവിനെ യേശു കർത്താവ് ശാസിച്ച് അത് അവനിൽ നിന്നും ഈ പന്നികൾ വേയുന്ന കൂട്ടത്തിലേക്ക് ചെല്ലുകയും ആ പന്നികളെല്ലാം അതേ നദിയിലേക്ക് ചാടി എല്ലാം നഷ്ടപ്പെട്ടു പോയി. അവൻ സുബോധമുള്ളവനായി. അവൻ വസ്ത്രം ധരിച്ച് അവൻ പഴയ അനുഭവത്തിലേക്ക് കടന്നു വന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയവനെ, വീട്ടിൽ നിന്നും ഈ കയറാതിരുന്നവനെ, മാതാപിതാക്കളിൽ നിന്ന് അകന്നുപോയവനെ യേശു കർത്താവ് അവന് വസ്ത്രം കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, ബലം കൊടുത്ത് അവനെ യേശു തൻ്റെ ഭവനത്തിലേക്ക്, അവൻ്റെ ഭവനത്തിലേക്ക് അയച്ചു. പ്രിയമുള്ളവരെ, സ്തോത്രം. എതിർക്കുന്ന ദുരാത്മാവിൻ്റെ പ്രവർത്തികളെ നാം തിരിച്ചറിഞ്ഞു യേശു കർത്താവിനെ ശാസിച്ചു. പഴയതുപോലെ ആ മാതാപിതാക്കൾക്ക് അവരുടെ മകനെ കിട്ടി, ആ പഴയ സന്തോഷം മടക്കി കിട്ടി, പഴയ ജീവിതം മടക്കി കിട്ടി. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം അവരെ ശക്തീകരിച്ചു. ഇന്ന് അനേക കുടുംബങ്ങളിൽ
മക്കൾ കൂടെ ഇല്ലാത്തത് കൊണ്ടുള്ള ദുഃഖം, മക്കൾ വിളിക്കാത്തതിലുള്ള ദുഃഖം, മക്കൾ ഇറങ്ങിപ്പോയ ദുഃഖം, മക്കളെ കാണുവാനുള്ള ദുഃഖം, മദ്യപാനത്തിൻ്റെ അവസ്ഥയിലുള്ള ദുഃഖം, ജീവിതത്തിൽ ഒരുപാട് നിരാശകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അനേക കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അവരെ മടക്കി വരുത്തണമേ, അവരെ ഞങ്ങൾക്ക് തിരികെ തരണമേ, ഞങ്ങളോടൊപ്പം ഇരിക്കുവാൻ നീ തരണമേ, ഞങ്ങളോടൊപ്പം നടക്കുവാൻ തരണമേ, ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ തരണമേ, ഈ സന്തോഷം ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കപ്പെട്ട് പുതിയ അനുഭവങ്ങളോടുകൂടെ കടന്നു പോകുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. അതിനായി ദൈവം ഒരുക്കട്ടെ, അതിനായി ദൈവം നമ്മളെ കാണട്ടെ. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. അത്ഭുതകരമായിരിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ നൽകി ദൈവം നമ്മെ ശക്തീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യേശു കർത്താവ് പട്ടയിൽ നിന്നിറങ്ങി ആ ദുരാത്മാവ് ബാധിച്ച ഭൂതഗ്രസ്തനെ, ലെഗ്യോൻ എന്ന് പറയുന്ന ആ ഭൂതഗ്രസ്തനെ അവനിൽ നിന്നും വിട്ടുപോയി. അവൻ പുതിയ മനുഷ്യനായി, പുതിയ വ്യക്തിയായി, പുതിയ ജീവിതമായി, പുതിയ കാഴ്ചപ്പാട് ലക്ഷ്യവുമായി അവനെ തന്നെ മാതാപിതാക്കൾക്ക് മടക്കി കൊടുത്തു. ഈ യേശു കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കുക. അവൻ പ്രാർത്ഥന കേട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ സകല നന്മകളും അനുഗ്രഹവും കൊണ്ട് സമ്പന്നമാക്കി അവൻ നയിക്കുക തന്നെ ചെയ്യും. ആ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, അതിനായിട്ട് ഒരുക്കട്ടെ, അതിനായിട്ട് ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, കേരളത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വടക്കേ ഇന്ത്യയിലും വിവിധ സംസ്ഥാനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവെ ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയിൽ വിവിധയിടങ്ങളിൽ കർത്തായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. അവരെല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പുതിയ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമായിരിക്കുന്നവരുണ്ട്. ഈ നാളുകളിൽ മക്കളെ ഓർത്ത് വ്യാകുലപ്പെടുന്ന അനേക മാതാപിതാക്കൾ, മക്കൾ മദ്യപാനത്തിൻ്റെ അവസ്ഥയായിരിക്കുന്ന, വീട് വിട്ടുപോയിരിക്കുന്ന, വിളിക്കാത്തവർ, കൊടുക്കാത്തവർ, കയറാത്തവർ, കാണാത്തവർ, അനേക കുഞ്ഞുങ്ങളുടെ അവസ്ഥയോർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് മടക്കിക്കൊടുത്ത് ആദ്യ സ്നേഹത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യവും സന്തോഷവും ഓരോ പ്രിയപ്പെട്ടവർക്കും നൽകണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നടത്തുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാൻ